ഹലോ ഫ്രണ്ട്സ്, ടോണീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഒത്തിരി നാൾ കൂടി ഒരു വീഡിയോ ഇടാമെന്ന് ആലോചിച്ചു. ഒരു ചെറിയ ഓപ്പറേഷനൊക്കെ തലയ്ക്ക് സംഭവിച്ചുകൊണ്ട് റെസ്റ്റിലായിരുന്നു ഇത്രയും നാൾ. അതിനുശേഷം ഞാൻ വീഡിയോ ഇടാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് നടക്കുന്നില്ലായിരുന്നു. ഇന്ന് ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കി. അന്നേരത്തേക്ക് വൈഫ് പറയും എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. അതുകൊണ്ട് ഞാനിന്ന് ചിക്കൻ സ്റ്റൂവിൻ്റെ വീഡിയോ ഇടുകയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. താങ്ക് യു. നമുക്ക് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 സ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ. ഇനി മസാല എല്ലാം ഒന്ന് നമുക്ക് ഇളക്കി ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/2 സ്പൂൺ നാരങ്ങ നീരെടുത്തിട്ട് അത് ഈ ഇറച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ കുറച്ച് നേരത്തേക്ക് 1/2 മണിക്കൂറത്തേക്കോളം മാരിനേറ്റ് ചെയ്യാനായിട്ട് എടുത്ത് വെക്കാം. ഓക്കെ, കുക്കിംഗ് പ്രോസസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിവിടെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളിവിടെ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തേങ്ങാപ്പാൽ 2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുത്തത്. പിന്നെ നമുക്ക് വെജിറ്റബിൾസിലേക്ക് ക്യാരറ്റ്, ബീൻസ്, പച്ചമുളക്, ഉള്ളി, അതുപോലെ തന്നെ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. പിന്നെ നമ്മൾ മസാലയിലേക്ക് എടുക്കുന്നത് കറുവാപ്പട്ട, ഗ്രാമ്പൂ, വലിയ ജീരകം, ഏലക്ക, അതുപോലെ തന്നെ വഴനയില, പിന്നെ കുരുമുളക് പൊടി. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാനിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒലിവ് ഓയിലിൽ ഇവിടെ കുക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്തിരിക്കുന്ന ചിക്കൻ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. പത്ത് മിനിറ്റോളം വറുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്തെടുക്കണം. അതുകൊണ്ട് നമുക്ക് ചിക്കൻ ആദ്യം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെക്കാം വറുത്തതിന് ശേഷം. ഓക്കെ, ഇനി നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ കറുവപ്പട്ടയും ബേലീസും ഗ്രാമ്പും പെരിഞ്ജീരകവും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇച്ചിരി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളകും ഉള്ളിയും ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം ഇട്ട് ഒന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. ആദ്യമായിട്ട് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മുടെ കുരുമുളക് പൊടി. അത് 1 സ്പൂൺ നിറച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അകത്തേക്ക്. അതിനുശേഷം നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് 2-ാം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസ് ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ലിറ്റർ വെള്ളം, അതായത് ഞാനെടുത്ത ബൗളിൽ നിന്ന് 2 ബൗൾ വെള്ളം നന്നായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഒന്ന് ഇളക്കിയിട്ട് നമ്മളിത് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റോളം വേവിക്കാൻ വെക്കുന്നു. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടപ്പം തുറന്നു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കാം. നേരം നമുക്ക് അറിയാനും പറ്റും വെന്തിട്ടുണ്ടെന്ന്. സ്മെല്ല് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ഇനി ആദ്യത്തെ പാലെടുത്ത് ഒഴിക്കാൻ പോവാണ്. ആദ്യത്തെ പാലൊഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി അടച്ച് 2-3 മിനിറ്റും കൂടി വെച്ച് വേവിക്കണം. വെന്ത് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി.
അപ്പം നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് 2 മിനിറ്റ് ആയപ്പോഴത്തേക്ക്. അപ്പം കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇപ്പം തന്നെ നമുക്കിത് വാങ്ങി വെക്കാൻ പാകമായിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ്സ് അറിയിക്കുക. ഒത്തിരി നാൾ കൂടിയിരുന്നാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.